താഴെ പറയുന്നവരിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാം? മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മഹാത്മാഗാന്ധി ഗ്രാമീൺ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം ബിബിജി റാംജി എന്നാണ്. ഇതിന്റെ പൂർണ്ണരൂപം എന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആർ വൈരമുത്തു. 2026 ദി ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഡൽഹി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായ പ്രസ്താവനകളില്ല. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസ ധനസഹായം നൽകുന്നു. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ് വുമനും ഗുണഭോക്താക്കളാണ്. സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരായവർക്ക് മാത്രം ആനുകൂല്യം. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. PM ശ്രീയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, 2, 4 എന്നിവ ശരിയാണ്. പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. PM ശ്രീ ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് പദ്ധതിയുടെ പൂർണ്ണരൂപം. താഴെ പറയുന്നവരിൽ 2026 പദ്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? MT വാസുദേവൻ നായർ. അസാമിൽ വെച്ച് നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം സർവീസസ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ സോദരന്മാർ? ഇക്കാലത്ത്20ാം നൂറ്റാണ്ടിലുമിതു നീക്കാറായില്ലയോ യോഗപ്പെണ്ണേ. ഈ വരികൾ ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റേതാണ്? കുമാരനാശാൻ. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. അവ ഏതാണ്? മരുസ്ഥലി, രാജസ്ഥാൻ ഭാഗർ. കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? കോറമാൻഡൽ തീരം. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം ഏതാണ്? 1923. ഭൗമതാപോർജ നിലയമായ മണികരൺ ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ്. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പു തടാകം ഏതാണ്? സാംബാർ തടാകം. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശ് വിശേഷിപ്പിക്കപ്പെടുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. തെക്ക് വടക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്തറുമായി ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ CST. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യാ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഫസൽ അലി കമ്മീഷൻ. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം തന്നെ ജമ്മു-കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? ആർട്ടിക്കിൾ 21. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? താമര. ഇന്ത്യ-USA ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ശരിയായവ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായി US സീറ്റോ, സെൻഡോ എന്നീ സൈനിക സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ-US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. അമേരിക്കയുമായുള്ള സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നു. ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വിസമ്മതിച്ച നെഹ്റു വിദേശ നയത്തിലും
ബന്ധങ്ങളിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം സ്വീകരിച്ചു. കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? രാംനാഥ് കോവിന്ദ്. പ്ലാനിംഗ് കമ്മീഷന് പകരമായി പുതിയ സംവിധാനമായ നീതി ആയോഗിന്റെ നീതിയുടെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന് ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏതാണ്? ഭൂദാൻ പ്രസ്ഥാനം. 1916 പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും തമ്മിൽ ഒപ്പുവെച്ചു. ഏത് വർഷമാണ് പിംഗളി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? 1921. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം നേവി ബ്ലൂ. SIR താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? വോട്ടർ പട്ടിക. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത് 2026 മെയ് 16. 2006 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ശ്രീനാരായണ ഗുരു. ഡോക്ടർ അയ്യനാർ ഗോപാലനെ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ഓപ്പറേഷൻ തൂഫാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മയക്കുമരുന്ന്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തത്? ആനന്ദമഠം. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA മാരുടെ എണ്ണം 11. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോൺ. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതുപേരിൽ അറിയപ്പെടുന്നു? GV രാജ പുരസ്കാരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, 3 എന്നിവ ശരിയാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, 2 എന്നിവ ശരിയാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്തെ പ്രശസ്തമായ ശാസ്താക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. എല്ലാ പ്രസ്താവനയും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസാണ് മൂലമറ്റം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1, 3 എന്നിവ ശരിയാണ്. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. പ്രശസ്തമായ ശിവരാത്രി ഉത്സവം നടക്കുന്ന ആലുവ പെരിയാറിന്റെ തീരത്താണ്. താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നവരിൽ ആര്യ സമാജ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2, 3 എന്നിവ ശരിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം മുതലായവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസിദ്ധീകരണങ്ങളാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, 3 എന്നിവ ശരിയാണ്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ കലാപം നടന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. കേരളത്തിന്റെ മയക്കുമരുന്നിന്റെ വേരറുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്പറേഷൻ തൂഫാൻ. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1947 മുതൽ 48 വരെ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുൻപിലുള്ള റോഡിൽ കൂടി നടക്കുവാനുള്ള അവർണ്ണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. സത്യാഗ്രഹികളിലൊരാളായ AG വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം എഴുതിയതാര്? ചട്ടമ്പി സ്വാമികൾ. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 2, 3 എന്നിവ ശരിയാണ്. കല്ലുമാല സമരം സംഘടിപ്പിച്ചു. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു.
സാമൂഹ്യ പരിഷ്കർത്താവായ വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു. 1, 2 എന്നിവ ശരിയാണ്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് എ. കെ. ഗോപാലൻ. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ഷൺമുഖം ചെട്ടി. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്. എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത് എന്ന വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവാണ് വർദ്ധിക്കുന്നത്? കാർബൺ ഡയോക്സൈഡ്. കടൽത്തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങൾക്ക് സമീപവും വളരുന്ന വനങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? കണ്ടൽ വനങ്ങൾ. ജന്മനായുള്ള ഹൃദയവൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? താലോലം. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിള? ഏലയ്ക്ക. കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വിറ്റമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റമിൻ ഡി. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായിട്ട് വിളിക്കുന്ന പേര്? കാർസിനോജനുകൾ. മനുഷ്യമസ്തിഷ്കം നാഡീവ്യൂഹത്തിന്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളി ഏതാണ്? മെനിഞ്ചസ്. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധജലം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചുകൊണ്ടുപോകുന്ന രക്തക്കുഴൽ ഏതാണ്? ധമനികൾ. പ്രാഥമിക ഉൽപ്പാദകരായിട്ട് കണക്കാക്കുന്നത് ഹരിതസസ്യങ്ങൾ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ക്ലോറോ ഫ്ലൂറോ കാർബൺ. താഴെ തന്നിരിക്കുന്നവയിൽ താപശോഷക പ്രവർത്തനം ഏതാണ്? പ്രകാശ സംശ്ലേഷണം. ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണം നൗകയും യാത്രികരും ഒരുമിച്ച് സ്വതന്ത്ര പതനത്തിലാണ്. ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നതിന് കാരണം പ്രകാശത്തിന്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം? കുറഞ്ഞ ദ്രവണാങ്കം. തുരുമ്പ് പ്രധാനമായും അയേൺ ഓക്സൈഡ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. 1, 2, 4 എന്നിവ ശരിയാണ്. ദ്രവ്യനാമം എല്ലായിടത്തും സ്ഥിരമാണ്. ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു. ചന്ദ്രനിൽ ഒരു വസ്തുവിന്റെ ഭാരം കുറയുന്നു. ഐസോടോപ്പ് ഓപ്ഷൻ ബി ആണ്. ഭൂമിയിൽ അന്തരീക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ പകൽ സമയത്ത് ആകാശം കറുക്കും. ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നത്? അപവർത്തനം.